മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ചൈൽഡ് ബിഹേവിയർ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ രീതികളും ഉപകരണങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം. അന്തർദർശന രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. സ്വന്തം വികാരങ്ങളെയും ചിന്തകളെയും സ്വയം വിശകലനം ചെയ്യുന്ന രീതിയാണിത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് വില്യം വോണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ എഡ്വേർഡ് ബി ടീച്ച്നർ ഈ രീതിയെ കൂടുതൽ പ്രചാരത്തിലാക്കി. മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴയ പഠന രീതിയാണ് ഇത്. അടുത്തത് ഒബ്സർവേഷൻ മെത്തേഡ്, നിരീക്ഷണ രീതി. അന്തർദർശന രീതിയിൽ സ്വന്തം കാര്യങ്ങളാണ് നിരീക്ഷിക്കുന്നതെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡിൽ മറ്റൊരാളുടെ പെരുമാറ്റമാണ് നിരീക്ഷിക്കുന്നത്. അതിനാൽ ഇതിന് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ എന്നും വിളിക്കുന്നു. ഈ രീതിക്ക് മനഃശാസ്ത്രത്തിൽ വലിയ പ്രാധാന്യം നൽകിയത് ബിഹേവിയറിസത്തിൻ്റെ പിതാവായ ജെ.ബി. വാട്സൺ ആണ്. ഇനി ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ് നോക്കാം. ഫസ്റ്റ്, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത നിരീക്ഷണം. ഇതിൽ നിരീക്ഷകൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറുകയും അവരോടൊപ്പം ഇടപഴകുകയും ചെയ്തുകൊണ്ട് നിരീക്ഷണം നടത്തുന്നു. ഉദാഹരണം, ഒരു അധ്യാപകൻ കുട്ടിയുടെ ഗ്രൂപ്പ് വർക്ക് നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അധ്യാപകൻ ദൂരെ മാറി നിന്ന് നോക്കുന്നതിന് പകരം ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരിക്കുകയും അവരുടെ ചർച്ചകളിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ട് ഓരോ കുട്ടിയും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ അധ്യാപകൻ ഗ്രൂപ്പിലെ ഒരു പങ്കാളിയായി മാറുന്നു. അടുത്തത് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്തമല്ലാത്ത നിരീക്ഷണം. ഇവിടെ നിരീക്ഷകൻ ഗ്രൂപ്പിൽ ഇടപെടാതെ ദൂരെ നിന്ന് മാത്രം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അടുത്തത് കൺട്രോൾഡ് ഒബ്സർവേഷൻ അഥവാ നിയന്ത്രിത നിരീക്ഷണം. ഒരു ലാബിലോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രത്യേക സാഹചര്യത്തിലോ നടത്തുന്ന നിരീക്ഷണമാണ് ഇത്. ഉദാഹരണം, കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ ഒരേ തരം പേപ്പറും 5 മിനിറ്റ് സമയവും നൽകി. ആ സമയത്തിനുള്ളിൽ അവർ എത്രത്തോളം കൃത്യമായി വരയ്ക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നത് ഒരു കൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ്. കാരണം ഇവിടെ സമയവും സാമഗ്രികളും അധ്യാപകൻ നിയന്ത്രിച്ചിരിക്കുകയാണ്. സ്വാഭാവിക നിരീക്ഷണം, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. കുട്ടി അറിയാതെ അവൻ്റെ സ്വാഭാവികമായ സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് കളിക്കളത്തിലോ ക്ലാസ്സിലോ വെച്ച് നിരീക്ഷിക്കപ്പെടുന്ന രീതിയാണ് സ്വാഭാവിക നിരീക്ഷണം. ഏതു പ്രായക്കാർക്കും അനുയോജ്യമാണ് ഇത്. ചെറിയ കുട്ടികൾ, സംസാരശേഷിയില്ലാത്തവർ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഇനി പരീക്ഷണ രീതി അഥവാ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. നിയന്ത്രിതമായ സാഹചര്യത്തിൽ കാര്യകാരണ ബന്ധങ്ങൾ, അതായത് കോസ് ആൻഡ് എഫക്റ്റ് കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. ഇതിൽ സ്വതന്ത്ര വേരിയബിൾ, ആശ്രിത വേരിയബിൾ എന്നിവ ഉണ്ടായിരിക്കും. ഇനി ടൈപ്സ് ഓഫ് വേരിയബിൾസ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, സ്വതന്ത്ര വേരിയബിൾ. ഇവിടെ പരീക്ഷകൻ മാറ്റം വരുത്തുന്ന ഘടകം, ഉദാഹരണത്തിന് ഒരു പുതിയ ടീച്ചിങ് മെത്തേഡ്. അടുത്തത് ഡിപെൻഡൻറ്റ് വേരിയബിൾ, ആശ്രിത വേരിയബിൾ. മാറ്റത്തിന് വിധേയമാകുന്ന ഘടകമാണിത്. ഉദാഹരണത്തിന് കുട്ടിയുടെ പരീക്ഷാ മാർക്ക്. എക്സ്ട്രേനിയസ് വേരിയബിൾ അഥവാ ബാഹ്യ വേരിയബിൾ. പരീക്ഷണത്തെ ബാധിക്കാൻ സാധ്യതയുള്ള മറ്റ് ഘടകങ്ങൾ. ഇവയെ പരീക്ഷകൻ നിയന്ത്രിക്കുന്നു. മറ്റ് രീതികളെ അപേക്ഷിച്ച് ഇതിന് സമയം, പണം, പ്രത്യേക ലാബ് സൗകര്യങ്ങൾ എന്നിവ ആവശ്യമാണ്. കേസ് സ്റ്റഡി അല്ലെങ്കിൽ ക്ലിനിക്കൽ രീതി. എന്താണ് കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഏകവ്യക്തി പഠനം? ആൻസർ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ച് വളരെ ആഴത്തിൽ നടത്തുന്ന പഠനമാണിത്. ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി. മനഃശാസ്ത്രത്തിൽ ഈ രീതിക്ക് തുടക്കം കുറിച്ചത് ടേറ്റ്മാൻ ആണ്. പിൽക്കാലത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് ഇത് വളരെയധികം ഉപയോഗിച്ചു. ശേഖരിക്കുന്ന വിവരങ്ങൾ. കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം, ആരോഗ്യ ചരിത്രം, സുഹൃത്തുക്കൾ, ജനനം മുതലുള്ള പ്രധാന സംഭവങ്ങൾ ഇതിൽ കേസ് സ്റ്റഡിയിൽ ശേഖരിക്കുന്നു. സാധാരണയായി പഠന വൈകല്യമുള്ളവർ, സ്വഭാവ വൈകല്യമുള്ളവർ, അസാധാരണമായ കഴിവുള്ളവർ എന്നുവെച്ചാൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ഉൾവലിഞ്ഞ സ്വഭാവമുള്ളവർ എന്നിവരെയാണ് കേസ് സ്റ്റഡിക്ക് വിധേയമാക്കുന്നത്. അടുത്തത് സോഷ്യോമെട്രി അഥവാ സമൂഹമിതി. ഒരു സമൂഹത്തിൽ വ്യക്തിയുടെ സാമൂഹിക ബന്ധങ്ങൾ അളക്കാൻ വേണ്ടി ജെ.എൽ. മൊറീനോയും ഹെലൻ എച്ച്. ജെന്നിങ്സും ആവിഷ്കരിച്ച ഗവേഷണോപാധിയാണ് സമൂഹമിതി. അടുത്തത് ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ച്. ഒരു അധ്യാപകൻ തൻ്റെ ബോധന രീതി മെച്ചപ്പെടുത്തുന്നതിനോ ക്ലാസ്സിലെ ഒരു പ്രത്യേക പ്രശ്നം, ഉദാഹരണത്തിന് കുട്ടികളുടെ ഹാജർ കുറവ്, അക്ഷരത്തെറ്റ്, അച്ചടക്കമില്ലായ്മ പരിഹരിക്കാനോ വേണ്ടി നടത്തുന്ന ഒരു അന്വേഷണമാണ് ആക്ഷൻ റിസർച്ച്.
സ്റ്റീഫൻ എം കോറി വിദ്യാഭ്യാസ രംഗത്ത് ഈ ആശയത്തിന് വലിയ പ്രചാരം നൽകി, അതായത് ആക്ഷൻ റിസർച്ചിന്. കേർട്ട് ലെവിനാണ് 1940കളിൽ ആക്ഷൻ റിസർച്ച് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഉടനടി തന്നെ പരിഹാരം ആവശ്യമായ പ്രശ്നങ്ങളാണ് ക്രിയാഗവേഷണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് സൈക്കോളജിക്കൽ ടെസ്റ്റസ് അഥവാ മനഃശാസ്ത്ര ശോധകങ്ങൾ. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യക്തിവ്യത്യാസങ്ങൾ അളക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇനി മനോഭാവം അളക്കാൻ ലിക്കേർട്ട് സ്കെയിലും, അധ്യാപന അഭിരുചി അളക്കാൻ അധ്യാപന അഭിരുചി ശോധകങ്ങളും, വ്യക്തിത്വം അളക്കാൻ പ്രക്ഷേപണ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. അടുത്തത് സർവേ മെത്തേഡ്. ഒരു നിശ്ചിത ജനവിഭാഗത്തിൻ്റെ മനോഭാവം, വിശ്വാസങ്ങൾ, അഭിപ്രായങ്ങൾ, താൽപ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണിത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഇത് സഹായിക്കുന്നു. സർവേ മെത്തേഡ് സഹായിക്കുന്നു. ഈ വീഡിയോയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ സെഷൻ ഷോർട്ട് വീഡിയോയിൽ കാണാം.